രൂപീകരിച്ച സമരസമിതി 13 അംഗങ്ങളാണ് ഉണ്ടായത്. അതുപോലെ AREC, ALRS, പിന്നെ CITU, AITUC, BMS തുടങ്ങിയിട്ടുള്ള ഫെഡറേഷനുകളുടെ അടക്കം ഉള്ള 13 അംഗങ്ങളാണ് ഉണ്ടായത്. ഈ 13 പേരെയും ഈ 8-ാം തീയതി അതിൽ 2 പേരൊഴിച്ച് AITUCയുടെ ആൾക്കാരെയും അതുപോലുള്ള പിന്നെ ഈ പ്രിയദത്ത അങ്ങനെയുള്ള ARFന്റെ നേതാക്കന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും 2-ാം തീയതി തന്നെ അറസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ വ്യക്തമായ നേതൃത്വം സമരത്തിലുടനീളം പ്രവർത്തിക്കുന്നതിന് ഉണ്ടായില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ സ്വയം മുന്നോട്ട് വന്നിട്ട് പല സ്ഥലങ്ങളിലും സാധാരണ തൊഴിലാളി പ്രവർത്തകരും തൊഴിലാളികളും അടക്കം ഈ സമരത്തിൻ്റെ അത് സ്വയം അത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുകയും പ്രധാനമായും CITU ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം എല്ലാ തലത്തിലും അതിൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ പോലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ പല സംസ്ഥാനങ്ങളിൽ സർവീസ് സംഘടനകൾ ഇതിൻ്റെ സ്വയം നേതൃത്വമായിട്ടും ഇതിന് എല്ലാവിധ സഹായം ചെയ്യുന്നതിന് മുന്നോട്ട് വന്നിരുന്നു. അതുപോലെ പല സ്ഥലത്ത് കൃഷിക്കാർ, കാരണം ഈ തൊഴിലാളികളെ സംബന്ധിച്ച് സമരം ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഏറ്റവും ഒരു കേന്ദ്രീകൃതമായ നേതൃത്വം സമരത്തെ ആകമാനം നയിക്കുന്നതിന് ഇല്ലാതെ പോയി. അത് ഗവൺമെന്റ് ഇല്ലാതാക്കിയ. പക്ഷെ അതിനുള്ള ഒരു ബദൽ അറേഞ്ച്മെന്റ് മുൻകൂട്ടി തയ്യാറായിരുന്നു. ഈ രൂപത്തിലുള്ള ഒരു ആക്രമണം ഈ സമരത്തിനെതിരെ ഉണ്ടാകുമെന്ന് ന്യായമായും തൊഴിലാളികൾ ഒരു പ്രതീക്ഷിക്കില്ല. അത്ര ARF അടക്കം പങ്കെടുത്തൊരു സമരം വരുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതിൽ ആ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഓരോ സ്ഥലത്തും ഈ എല്ലാ മേഖലകളിലും തൊഴിലാളികൾ യഥാർത്ഥത്തിൽ ഇത് തൊഴിലാളികളുടെ അപ്സർജാണ്. ഇതൊരു സാധാരണ പണിമുടക്കല്ല. ആ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പണിമുടക്കുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇത് കാഷ്വൽ ലേബർ അടക്കം ഏതാണ്ട് 4 ലക്ഷത്തിലധികം കാഷ്വൽ ലേബർ എന്ന് പറഞ്ഞാൽ അവരടക്കം ഏകദേശം എല്ലാ ഭാഗത്തുമുള്ള തൊഴിലാളികൾ അവരുടെ ജീവിത പ്രയാസം തൊട്ടറിഞ്ഞുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ ഉള്ള നിലയിൽ അവരെ ഈ പശ്ചാത്തലം ഒരുങ്ങി വന്നപ്പോൾ ഇവിടെ ഉണ്ടായി വന്ന ഈ ഐക്യം ഉണ്ടായപ്പോൾ അവരിൽ ചെലുത്തിയിട്ടുള്ള ആവേശവും ആത്മവിശ്വാസവും കൊണ്ട് അവരെല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു സമരമായിട്ട് ഇതിനെ കണക്കെടുക്കാൻ പറ്റും. അതിൽ പ്രതികൂലമായി ചില സംഘടനകൾ ഗവൺമെന്റ് താല്പര്യത്തിന് വേണ്ടി ഇതിനിടയിൽ പ്രവർത്തിക്കണം. പക്ഷെ അതൊന്നും ഈ സമരത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി നിന്നിട്ടില്ല.